നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും വിട പറയാൻ അടുത്തു നിൽക്കുന്ന പരിശുദ്ധമായ റമദാനിൻ്റെ നടുവിലത്തെ രണ്ടാമത്തെ അല്ലാഹു പാപമോചനം ലഭിക്കുന്നവരുടെ ലിസ്റ്റിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷ്യം രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെല്ലാം ചേർത്ത് അനുഗ്രഹിക്കട്ടെ. വാനിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അഖീമു സുഫൂഫ വഹാത്തു ബൈനൽ മനാകിബ് വസദ്ദുൽ ഖലല വലീനു ബിഐദി ഇഖ്വാനിക്കും ولا تذروا فرجات للشيطان ومن وصل صفا وصله الله ومن قطع صفا قطعه الله رواه أبو داود والترمذي. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചു, അഖീമുസ് സുഫൂഫ, നിസ്കാരത്തിന് വേണ്ടി സഫ് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സഫിനെ വളരെ കറക്റ്റാക്കിയിരിക്കണം. ആ സഫിൽ ഒരു വിടവോ ആ സഫിൽ കുറച്ച് കയറി നിന്ന് അല്ലെങ്കിൽ ഇറങ്ങി നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നിങ്ങളിൽ നിന്ന് വരരുത്. സഫ് നിസ്കാരത്തിൻ്റെ കാതലാണ്. സഫെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ കാതല. അതുകൊണ്ട് സഫിൽ നിൽക്കുമ്പോൾ ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് സഫിനെ നിങ്ങൾ വളരെ സൂക്ഷിച്ചായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. വളരെ അണിയണിയായിട്ടാണ് നിങ്ങൾ സഫ് കെട്ടി നിൽക്കേണ്ടത്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഹാത്തു ബൈനൽ മനാകിബി, നിങ്ങളുടെ തോളുകളുണ്ടല്ലോ അത് നിങ്ങളുടെ മറ്റേ സഹോദരന്റെ തോളോട് ചേർത്ത് നിങ്ങൾ നിൽക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയാണ്. നിന്റെ തോളുണ്ടല്ലോ, നിന്റെ ആ ഭാഗം അത് മറ്റേ നിന്റെ സഹോദരന്റെ, നിന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരന്റെ തോൾ കൈയോട് ചേർന്നായിരിക്കണം സഫിൽ നിങ്ങൾ നിൽക്കേണ്ടത്. അങ്ങനെ ഒരാൾ ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങോട്ട് മാറി നില്ല്, സ്ഥലം ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ നമുക്ക്, അങ്ങനെ പറയാൻ പാടില്ല. അത് ശരിയല്ല. അത് മനസ്സിന്റെ ഒരു വൈകൃതമാണ്. മനസ്സിന് തകരാറുള്ള ആളുകൾ, മനസ്സിന് വൈകൃതമുള്ള ആളുകൾ, മനസ്സ് ശരിയല്ലാത്ത ആളുകൾ, അവൻ്റെ മനസ്സ് ശരിയല്ല, അങ്ങനെ മനസ്സ് ശരിയല്ലാത്ത ആളുകൾ അങ്ങനെ തട്ടിയിരിക്കുന്ന ഒരു പക്ഷേ ഇഷ്ടമല്ലാതെ അങ്ങനെ ആരെങ്കിലും നമ്മൾ വിധിയെഴുതിക്കൊള്ളണം, പുള്ളിക്കാരൻ്റെ മനസ്സത്ര റെഡിയല്ല. എങ്ങനെയാ നിൽക്കേണ്ടത്? തൻ്റെ തോൽക്കൈ മറ്റേ സഹോദരന്റെ തോൽക്കോട് ചേർന്ന് നിൽക്കണം. സഫിന് വളരെ നിങ്ങൾ കരുതലോടെ സഫിൽ നിൽക്കാവൂ. നിസ്കാരത്തിന്റെ കാതലാണ് സഫ്. കരുതലോടെ നിൽക്കണം, ലാഘവത്തിൽ നിൽക്കരുത്. തറാവീനൊക്കെ എന്ത് പാടാന്നറിയാവോ സഫ് ഒന്ന് കറക്റ്റാക്കി നിർത്താൻ. പെടാപ്പാട് കൊടുക്കുകയാണ് ചില സമയത്ത്. ബാബു ചിന്തിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഏത് നിസ്കാരമാണെങ്കിലും അത് സുന്നത്താകട്ടെ, ഫറദാകട്ടെ, അങ്ങനെ പെരുന്നാൾ നിസ്കാരമാകട്ടെ, മയ്യത്ത് നിസ്കാരമാകട്ടെ, ഏത് നിസ്കാരമാണെങ്കിലും അതിൻ്റെയൊക്കെ പൂർത്തീകരണവും അതിൻ്റെയൊക്കെ സ്വീകാര്യതയും സഫിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് സഫ് കാതലാണ്. സഫ് ചൊവ്വാക്കി നിൽക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു കടമ്പയാണ് സഫ് കറക്റ്റായിട്ട് നിൽക്കാൻ. അല്ലാഹു ചിന്തിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. തിരുദൂതർ പറയുകയാണ്, അതുകൊണ്ട് സഫിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ജാഗ്രത പുലർത്തണം. സഫിൽ വിടവുകൾ വരാതെ നിങ്ങൾ ആ സഫിനെ അടഞ്ഞു തന്നെ നിൽക്കണം.
ഒരു സഫിൽ വിടവ് വരാതെ കഴിവിന്റെ പരമാവധി ഒരു സഫ് പൂർത്തീകരിച്ച് കെട്ടിക്കഴിഞ്ഞ് അങ്ങേ ഭിത്തിയുടെ ആ ഭാഗത്തു നിന്ന് ഈ ഭിത്തിയുടെ ഈ ഭാഗം വരെയും നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വിടവ് വരാതെ നിങ്ങൾ സഫിനെ കൈകാര്യം ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാം കാര്യം, ഇബ്ലീസ് ഈ സഫിൽ വിടവ് കഴിഞ്ഞ് ഒരു വിടവ് കടന്നു കഴിഞ്ഞാൽ ഇബ്ലീസ് അവിടെ കയറി നിൽക്കും. വിടവ് വരുത്തി ആ രീതിയിൽ നിങ്ങൾ നിന്നാൽ ഇബ്ലീസ് അവിടെ കയറി നിൽക്കും. എന്നിട്ട് ആ സഫിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ അവൻ തശ്വീശാക്കി കളയും, വസ്വാസിലാക്കി കളയും. ആ നിൽക്കുന്ന ആളുകളെ മൊത്തം, ആ സഫിൽ നിൽക്കുന്നവരൊക്കെ അവനിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ മനസ്സിൽ കയറിയവനങ്ങ് കളി തുടങ്ങും. അവസാനം പിന്നെ അങ്ങ് അവൻ ഒരു മാസം മുമ്പ് ചെയ്തത് പോയത് വന്നതെല്ലാം നിസ്കാരത്തിൽ ഇങ്ങനെ കംപ്ലീറ്റ് ഓർമ്മ. സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ നിസ്കാരിച്ചു ഓർമ്മ. കാശ് തരാനുള്ളവരുടെ പേരും ആ സംഖ്യ വരെ ഓർമ്മ വരുമോ? വരുമ്പോൾ ഇബ്ലീസിന്റെ പണിയാണ്. അതുകൊണ്ട് സഫിന്റെ വിഷയം വളരെ ഗഹനമായി ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, സഫിൽ ഇടർച്ച വരാതെ നോക്കണം. വലാ തദറു ഫുർജാത്തിൻ ലിശ്ശൈത്താൻ. നിങ്ങൾ സഫിൽ ഇബ്ലീസിന് നിങ്ങൾ വിടവുണ്ടാക്കിയിട്ട് ഇബ്ലീസിന് ഇടമുണ്ടാക്കി കൊടുക്കരുത്. വിടമുണ്ടാക്കിയിട്ട് ഇബ്ലീസിന് നിങ്ങൾ സഫിൽ ഇടം ഒരുക്കി കൊടുക്കരുത്. അതുകൊണ്ട് അങ്ങനെ ഇടർച്ച വരുന്നതിനെ നിങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ താക്കീതായിട്ട് പറയുകയാണ് സഫിന്റെ മഹിമയും അതും അവിടെ വരുത്തി വെക്കുന്ന ആ വിടവക്കമുള്ള വിനകളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ താക്കീതായിട്ട് സഫിൽ നിൽക്കുന്നവർക്ക് താക്കീതായി പറയുന്നു, വമൻ വസല സഫൻ സഫിനെ ആരാണോ ക്ലിയറാക്കുന്നത്, നല്ലോണം പരിശ്രമിച്ച് സഫിന്റെ വിഷയത്തിൽ നല്ല ക്ലിയറായ പരിശ്രമിച്ച ആരാണോ നല്ല രീതിയിൽ അതിന്റെ നിബന്ധനകൾ പാലിച്ചു നിൽക്കുന്നത്, എന്നാൽ അവനെ അല്ലാഹു ചേർത്തു പിടിക്കും. സഫ് ക്ലിയറാക്കുന്നവനെ അല്ലാഹു ചേർത്ത് പിടിക്കും. സഫ് റെഡിയാക്കുന്നവനെ, സഫിൽ സൂക്ഷ്മതയോടുകൂടി നിൽക്കുന്നവനെ, തന്റെ സഹോദരൻ അല്പം ഇറങ്ങിയ കയറി നിന്നാൽ അവന്റെ അടുത്ത് സന്തോഷത്തോടെ വിനയത്തോടെ ആ സഫിന്റെ ആ ഒരു മാറ്റം ഇവൻ പരിഹരിച്ചു. തന്റെ സഹോദരൻ അവൻ അറിയുന്നില്ല, അവൻ ചിലപ്പോൾ ഒരു വെച്ച് കയറി നിൽക്കുന്നു അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുന്നു, അവനോട് വിനയത്തോടെ പറയണം, സന്തോഷത്തോടെ പറയണം. അങ്ങനെ പറയുന്നു, അവനും ചേർന്ന് നിൽക്കും. അല്ലാതെ അവൻ്റെ ഇങ്ങനെ വന്നേക്കണം അവനെന്തായിരിക്കും കൂടെ നല്ല ഏതൊരു കാര്യം നമ്മൾ ഉന്നത ഭാഷയിൽ സംസാരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾ അതിപ്പോ നമ്മളെ കടുപ്പത്തിൽ വെച്ച് കാറ്റില്ല. അവനിങ്ങോട്ട് അതിനേക്കാൾ എന്ത് ചെയ്യാം, ഇതമ്പേച്ച് കൂട്ടുകാരൻ മരപ്പട്ടി എന്ന് പറയുന്നത് അതുപോലെ അവരിങ്ങോട്ട് അതിനേക്കാൾ രൂക്ഷമായി പ്രതികരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെയായിരിക്കണം. അല്ലാഹു നമ്മളെ അങ്ങനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ പറയുമ്പോൾ അല്ലാഹു അവനെ ചേർത്ത്, സഫിനെ ചേർക്കുന്നവനെ അല്ലാഹു ചേർത്ത് പിടിക്കും. എന്നിട്ട് പ്രവാചകൻ താക്കീതായി വീണ്ടും പറയുന്നു, വമൻ ഖതഅ സഫൻ ഖതഅഹു അല്ലാഹ്. സഫിനെ ആര് മുറിക്കുന്നുവോ, സഫിനെ ആര് പരിഗണിക്കാതെ, സഫിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ലാഘവത്തിൽ കാണുന്നുവോ അവനെ അല്ലാഹു മുറിച്ചു കളയും. അവനന്ന് ചേർത്ത് പിടിക്കില്ല, അവനെ അല്ലാഹു മാറ്റി നിർത്തും പല കാര്യങ്ങളിലും. അല്ലാഹു ഇത്രയും സീരിയസ് വിഷയമാണ് നമ്മൾ ഈ നിൽക്കുന്ന സഫ്. അതുകൊണ്ട് എല്ലാ ഏത് നിസ്കാരത്തിലും, മയ്യത്ത് നിസ്കാരത്തിലാണെങ്കിലും സഫ് തന്നെയാണ്. അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, തിരുദൂതരുടെ ഹദീസാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹു ഇതനുസരിച്ച്